ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. ചെറിയൊരു രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഓരോരോ ബർത്ത്ഡേസ് കൂടുന്ന പോലെ ഇപ്രാവശ്യം അവൻ്റെയും കൂടുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ അലീന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരൊക്കെ കണ്ടുമുട്ടിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. എന്റെ ചിരി നോക്കും. ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തത് ഫോർട്ടോച്ചിയിലേക്കാണ്. പോകുന്ന നേരത്ത് മഴ ശരിക്കും ഞങ്ങളെ പറ്റിച്ചു. കാരണം കുറച്ച് നേരം മഴ പെയ്യും, പിന്നെ മഴ പോവും, മഴ പെയ്യും, മഴ പോവും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വൈപ്പിനിൽ നിന്ന് ജങ്കാർ കയറിയിട്ടാണ് ഫോർട്ടോച്ചിയിലേക്ക് പോകുന്നത്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന തിരക്കാണിത്. എൻ്റെ അമ്മയെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ജങ്കാറൊക്കെ കയറി കേട്ടോ. ജങ്കാറിൽ കയറുമ്പോൾ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് അനുഭവമാണ്. ഒട്ടുമിക്ക പേര് കയറിയിട്ടുണ്ടാവും, എങ്കിലും ഞാൻ പറയാണ്, കയറുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു വേവില്ലേ, ആ വേവിൽ കൂടി നമ്മളിങ്ങനെ പൊങ്ങി താന്ന് എസ്പെഷ്യലി മഴയുടെ സമയത്ത് കയറുമ്പോൾ നല്ല രസമാട്ടോ. അങ്ങനെ ജങ്കാർ ഫോർട്ടോച്ചിയിലെത്തി പയ്യെ എല്ലാവരും ഇറങ്ങുകയാണ്. ആ ടൈമിൽ ഓപ്പോസിറ്റ് നിന്നും വൈപ്പിനിലേക്ക്, അത് വെച്ചാൽ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ആൾക്കാരുടെ തിരക്ക് കൂട്ടുവാട്ടോ ഇത്. മേ ബി ഒരു അവധി ദിവസം ആയതുകൊണ്ടാകും ഇത്രയും തിരക്ക്, അറിയില്ല എന്താന്ന്. ആക്ച്വലി ഫോർട്ടോച്ചിയിൽ വരുവാണെങ്കിൽ കാണാനും അറിയാനും പറ്റിയ കുറേ കാര്യങ്ങളും കുറേ സ്ഥലങ്ങളും ഉണ്ട്. കൊച്ചിക്കാർക്ക് തന്നെ എത്ര പ്രാവശ്യം ഫോർട്ടോച്ചിയിൽ വന്നാലും മതിയാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു യൂണീക്ക് പ്ലേസ് ആണിത്. നോക്ക്, ഇനി എന്റെ കൊച്ചിന്റെ ചെവി നോക്കി. നമ്മളിവിടെ ഫുഡ് സ്പോട്ട് തപ്പി നടക്കുവാണ്. എവിടെ പോണം എന്നുള്ളൊരു പ്ലാൻ. ഫോർട്ടോച്ചിൽ വന്നാൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പ്രോബ്ലം ഇതാണ്. എവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കും എന്നറിയില്ല. കാരണം ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കഫേസും ഉണ്ട്. സോ എവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോണേന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു 15 മിനിറ്റോളം ചുറ്റും കറങ്ങിട്ടോ. എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഫുഡ് സ്പോട്ട് തപ്പി നടക്കുമായിരുന്നു. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, അറേബ്യൻ പാലസ്. ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. രാവിലെ മുതലും ഒന്നും കഴിക്കാതെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയത്. അവിടെ ഗിഫ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി എന്നുള്ളൊരു പ്ലാനിൽ കയറി. പക്ഷെ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. സോ അവിടെയും ഞങ്ങളൊരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത് ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്പൈസി മന്തിയായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നു. സൽഗുണ സമ്പന്നനും അടുത്തത് അതെ, അവന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവൻ പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ചെലവാക്കും. അതെ അതെ ട്രിപ്പിന് വിളിക്കണാണ്. അങ്ങനെ മന്തിയൊക്കെ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് അവരുടെ സ്പൈസി മന്തിയാണ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അറേബ്യൻ പാലസിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം എങ്ങാടെ പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്തു. This church is located in Fort Cochin, St. Francis CSI Church. ഈ പള്ളിയുടെ പേര്. ആൻഡ് ഇറ്റ്സ് ബിൽഡ് ഇൻ 1503. പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ പള്ളിയാണിത്.
കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മഴ ഞങ്ങളെ ചതിച്ചു. അങ്ങനെ ഞങ്ങളൊരു ടെൻറ്റോ ഷെഡോ അങ്ങനെ എന്തിൻ്റെയോ ഒരു താഴെ കയറി നിന്നു. അങ്ങനെ ഞാൻ മഴയത്ത് നനഞ്ഞു ഗൈസ്, ഒപ്പം ഇവനും. ബാക്കിയുള്ളവർ നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഓ മൈ ഗോഡ്. ഫോണിന്റെ ഇത് കണ്ടിട്ട് ആരും പേടിക്കരുത്, വെള്ളം കയറിയതാണ്. ഞങ്ങൾ തിരിക്കുകയാണ് ഫോട്ടോച്ചിൽ നിന്നും. ബൈ ബൈ ബൈ. അങ്ങനെ വീണ്ടും അപ്പുറത്തെ കര കടക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് ജങ്കാറിനാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോച്ചിൽ നിന്നൊക്കെ തിരിച്ചെത്തി ഞങ്ങൾ നേരെ പോയത് വൈപ്പിൻ ബീച്ചിലേക്കാണ്. കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് 7:30 ഒക്കെ ആയിരുന്നു. ആ ടൈമിൽ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ദൂരെ നിന്ന് ഒരു ലൈറ്റിങ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ആക്ച്വലി ഇത് ചെറിയൊരു തട്ടുകട പോലെ ആയിരുന്നു, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയൊരു എക്സ്പീരിയൻസ് വേറെയാണ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് കാണുന്നത് തന്നെ അത്ര അടിപൊളിയായിരുന്നു. ബേർഡ്സും ഹോഴ്സും ഒക്കെ ആയിട്ട്. ആൻഡ് കുറേ ഫാമിലീസും കുറേ കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. എനിക്ക് ആദ്യം പ്രാവിനെടുത്തപ്പോഴേക്കും ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ഞാനായിട്ട് ഇണങ്ങി ഒന്ന് സെറ്റായിട്ടോ. ഞാനാണ് ടോപ്പ് എടുക്കുന്നത്. With the entire squad without ad breaks. You can also play your favorite albums in any order with unlimited skips and repeats. Tap the banner to learn more. അങ്ങനെ ഞങ്ങൾ ആ വെള്ളപ്രാവിൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീട്ടിലേക്ക് മടങ്ങിട്ടോ. സോ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ബൈ.